അരിയിലും പരിപാടിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ലാസ്റ്റ് വീക്ക് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മലബാർ ദം ബിരിയാണി ഉണ്ടാക്കി നോക്കി. പക്ഷെ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല. അപ്പോൾ എനിക്ക് ഒരേ വാശി അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം നമ്മൾ മലബാർ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ സീൻസൊക്കെ പോയി കണ്ടിട്ട് വരും. അപ്പോഴേക്കും തന്നെ ഞാൻ ഇത് അരിഞ്ഞു വെക്കാം. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടോ ആദ്യമായിട്ട് കുക്കിംഗ് പഠിച്ചേ. ഇത് തള്ളല്ല ഗൈസ്, പിങ്കി പ്രോമിസ്. അമ്മ പണ്ടെപ്പോഴും എന്നോട് പറയായിരുന്നു, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ കുക്കിങ്ങിൻ്റെ ബേസിക്സ് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ് പഠിച്ചതാണ്. പക്ഷെ അത് എനിക്ക് ഉപകാരപ്പെട്ടത് ഞാൻ സ്വീഡനിൽ വന്നിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ഭൂലോകം അടിച്ചിരുന്നു ഗൈസ്. അതിപ്പോൾ എൻ്റെ വീട്ടിലായിക്കോട്ടെ വിഷ്ണുവിൻ്റെ വീട്ടിലായിക്കോട്ടെ. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് കുക്കിംഗ് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ അന്താളിപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരാൾ കഴിച്ച് അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. എബ്രോഡ് താമസിക്കുന്നവരുടെ ദൈവമായിട്ടുള്ള ഷാൻജിയോ ചേട്ടനുള്ളപ്പോൾ പിന്നെ പേടിക്കേ വേണ്ട. വിശേഷം പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ കാര്യം ഓർത്തില്ല. പാൻ ചൂടാക്കി ഇനി എണ്ണ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങണം. സവാള കരിഞ്ഞു പോയി. ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും ഗൈസ്. സവാള കരിഞ്ഞു ഗൈസ്. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ശ്രദ്ധയിൽ പോയതാണ്. ഇത് പാച്ചു എൻ്റെ സിസ്റ്റർ ഇൻ ലോയിൻ്റെ മോനാട്ടോ. ഇവനെ വിളിച്ച് ബിരിയാണി കാണിപ്പിച്ച് കൊതിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ. രണ്ട് കണ്ണായിട്ടൊക്കെ നിനക്കല്ലേ സത്യം പറഞ്ഞാൽ ഞാനല്ല ഇതിനെപ്പറ്റി ഞാൻ പറയേണ്ടത്. പക്ഷെ എന്തായാലും നല്ലതാ, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ബിരിയാണി വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ബിരിയാണി കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.